என்னாச்சு? ஷாக்காமா. ஓகே ஓகே ஓகே. தண்ணி குடி. நீ ஒண்ணும் இல்ல, நீ என்ன இப்ப பிடிச்ச പ്ലീസ് എന്നെ കോൺവെർസേഷൻ ഇനിയിപ്പോ അതിനുള്ളിൽ എന്ത് തീരുമാനം വേണമെങ്കിൽ ബിഗ് ബോസിന് അത് മാറ്റാവുന്നതാണ്. ഇറങ്ങിയിട്ട് രണ്ടാളുടെ കല്യാണം വരെയാണ് എന്നുള്ളൊരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. പ്രേക്ഷകർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത് രണ്ടുപേരാണ്. എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചെവിയൊക്കെ പൊത്തിരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ബിഗ് ബോസ് തമിഴ് 9 ഗ്രാൻഡ് ഫിനാലെയാണ്. ആരായിരിക്കും വിന്നർ എന്ന് അറിയാനായിട്ട് തമിഴ്നാട് മാത്രമല്ല, നമ്മളുടെ കേരളത്തിലുള്ള മലയാളികളും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരാന്നറിയാൻ. ഏകദേശം ഒരു സൂചനയൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ട് കിട്ടിയിട്ടുള്ള, മക്കൾ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ദിവ്യ ആയിരിക്കും ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ കപ്പ് ഉയർത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ രണ്ടാം സ്ഥാനത്ത്, അതായത് ഫസ്റ്റ് റണ്ണറപ്പ് ആരായിരിക്കും, ശബരി ആയിരിക്കും എന്നുള്ള ഒരു പൊതുവെ ഒരു സംസാരമുണ്ട്. അരോരയ്ക്ക് അവിടെ ഹോൾഡ് ഉള്ളതുകൊണ്ട് അരോരയുടെ ഹോപ്പ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് എന്താണെന്നുള്ളത് നാളെ നമുക്ക് കണ്ടറിയാം. വീട്ടിലിപ്പോ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇതിനു മുമ്പ് പുറത്തായി പോയ ഓരോ കണ്ടസ്റ്റൻസും വീടിനകത്തേക്ക് കയറി കഴിഞ്ഞു. പ്രേക്ഷകർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത് രണ്ടുപേരാണ്, കമ്രുനെയും പാറുനെയും. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോയ ഈ രണ്ടുപേരില്ലാതെ എങ്ങനെയാണ് സീസൺ 9 കംപ്ലീറ്റ് ആവുക? ഇത് മനസ്സിലാക്കിയ ബിഗ് ബോസ് ഇവർക്ക് രണ്ടുപേർക്കൊരു ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. രണ്ടുപേരെയും ഷോയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. സാധാരണ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷോയിൽ പങ്കെടുക്കാൻ പറ്റില്ല, റീഎൻട്രിക്ക് വീടിനകത്തേക്ക് കയറാൻ പറ്റില്ല, അവർക്ക് അത്രയും ദിവസം നിന്ന് എമൗണ്ട് കിട്ടില്ല എന്നുള്ളതാണ് റെഡ് കാർഡിന്റെ പ്രത്യേകത. പക്ഷേ ഇവർക്ക് റെഡ് കാർഡ് ഇങ്ങനെ വിജയ് സേതുപതി കൊടുത്തിട്ടും ഇവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും പലരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്, അവർക്ക് എമൗണ്ട് കൊടുക്കണം, അവർ പണിയെടുത്ത പൈസക്കുള്ള ആ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ളത്. റെഡ് കാർഡിൽ ഉള്ള നിയമങ്ങളാണ് നമ്മളത് പറഞ്ഞത്. അതിനിപ്പോ അതിനുള്ളിൽ എന്ത് തീരുമാനം വേണമെങ്കിൽ ബിഗ് ബോസിന് അത് മാറ്റാവുന്നതാണ്. ആ ഒരു മാറ്റമാണ് ഇപ്പോൾ തിരിച്ചിവരെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതായത് ഷോയിലേക്ക് ഗ്രാൻഡ് ഫിനാലേക്ക് രണ്ടുപേരെയും ക്ഷണിച്ചിട്ടുണ്ട്. പോണോ വേണ്ടേ എന്നുള്ളത് ഇവരുടെ തീരുമാനമാണ്. കമറുദ്ദീൻ ആ ഇൻവിറ്റേഷൻ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പാർവതി അത് റിജക്ട് ചെയ്തിരിക്കുകയാണ്. പാറു വരില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. കമറുദ്ദീൻ ഷോയിൽ ഉണ്ടാകും, കമറുദ്ദീൻ അത് സ്വീകരിച്ചിരിക്കുകയാണ് ആ ഇൻവിറ്റേഷൻ, ഞാൻ ബിഗ് ബോസിലേക്ക് പോകും എന്നുള്ളത്. എന്നാൽ പാർവതി എത്തില്ല. ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് രണ്ടുപേർക്കും, അതിൽ പാറു സ്വീകരിച്ചിട്ടില്ല, കമ്രു മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇതിന് കാരണക്കാരിയായത് സാൻഡ്രയാണ് അത്ര ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ആ ഒരു വ്യക്തിയുടെ സെക്യൂരിറ്റിക്ക്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ടീമിൽ രണ്ടുപേരെയും പുറത്താക്കുകയാണ് ചെയ്തത്. ഇവരെ പോകുന്നതിന് മുമ്പ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞപ്പോൾ പോലും രണ്ടുപേരുടെയും വാക്കുകൾ കേൾക്കാൻ സാൻഡ്ര തയ്യാറായില്ല. അവിടെയും ഓവർ ആക്ടിങ് സാൻഡ്രയുടെ ഉണ്ടായിരുന്നു. അത് മെന്റലി താൻ ഓക്കെ ആയിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ സാൻഡ്ര പുറത്താവുകയും പുറത്തായി കഴിഞ്ഞതിന് ശേഷം സാൻഡ്രക്ക് മനസ്സിലായി എന്താണ് പുറത്ത് നടന്നെന്നുള്ളത്. അതുകൊണ്ടാണോ എന്നറിയില്ല, സാൻഡ്ര വീടിനകത്തേക്ക് തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ സാൻഡ്ര ക്യാമറ നോക്കി തൻ്റെതായ ഒരുപാട് നാടകങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സാൻഡ്ര പറയുന്നത്, എല്ലാവരും പാറുവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ, എല്ലാവരും പാറുവിനെ നീ മോശം പെണ്ണാണ്, നീ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിന്റെ കൂടെ നിന്നിട്ടുള്ളൂ, എനിക്ക് നിന്റെ ഇഷ്ടമാണ് അന്നും എന്നും. പിന്നെ എന്തുകൊണ്ടാണ് ആ സാൻഡ്ര പാർവതി വന്നിട്ട് മാപ്പ് പറയാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചെവിയൊക്കെ പൊത്തിരുന്നത്? ആക്ടിങ് ആയിരുന്നോ? ഇവരെ പുറത്താക്കാൻ വേണ്ടിയുള്ള ആക്ടിങ് ആയിരുന്നോ? ഇവർ രണ്ടുപേരും മാപ്പ് പറഞ്ഞപ്പോൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാവാത്ത സാൻഡ്രക്ക് ഇപ്പൊ ഇതെന്ത് പറ്റി? റീഎൻട്രി കഴിഞ്ഞപ്പോൾ അമുദൻ സോറി കേൾക്കുമ്പോൾ സാൻഡ്ര കൊടുത്ത റിയാക്ഷൻ എനിക്കത് ഉടൻപാടില്ല. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പുറത്തിറങ്ങിയപ്പോഴും പലരും പറഞ്ഞ ഒരു കാര്യമാണ്, സാൻഡ്രക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നു. അവരെ പുറത്താക്കി അറ്റ്ലീസ്റ്റ് അവസാനമെങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുമായിരുന്നു. അതും ചെയ്യാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് ഒരാഴ്ചക്കുള്ളിൽ സാൻഡ്ര പുറത്തിറങ്ങിയ ശേഷം സാൻഡ്രക്ക് വന്നിട്ടുള്ള ഒരുപാട് നെഗറ്റീവുകളാണ്. സാൻഡ്രയെ ഇപ്പോ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് സാൻഡ്ര ഇവരോട് മാപ്പ് പറയാം. പാറും കമറും പുറത്തു പോയപ്പോ ഇതേപോലുള്ള കയ്യടിയും കാര്യങ്ങളും കൂവൽ വിളിയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിലും കൂടുതലുള്ള കൂവൽ വിളിയും കയ്യടിയൊക്കെയാണ് കേട്ടോ സാൻഡ്ര പുറത്തു പോയി കഴിഞ്ഞപ്പോ. നീ ഒന്നും ഇല്ല, നീ என்ன இப்ப பிடிச்ச പ്ലീസ് എന്നെ കോൺവെർസേഷൻ ഇത് ഇത്രേ ഉള്ളൂ. കമറുവിന്റെ അടുത്ത് ഇതിന് മുമ്പ് ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു, കമറു പോയി കഴിഞ്ഞാൽ പണിയാകും എന്നുള്ളത്. கல்யாணத்தை குறிச்சான ஆளு ചോദിച്ചത്. പക്ഷേ வேண்டாமா இல்ல ஃபைனலான ஒரு ஆன்சர் வேணும். அஷ்டம சனி வரப்போகுது, மனநிலை இந்த விஷயத்துல கொஞ்சம் கவனமா இருக்கணும். வேலையில பாதிப்பு, ഫ്രണ്ട്സോட പ്രോബ്ലം അഷ്ടമ ശനിയാണ്.
ജോലിനെ നല്ല രീതിയിൽ ബാധിക്കുന്നത്. നല്ല രീതിയിൽ സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ ചാൻസ് ഒക്കെ പോയി. സീരിയലിൽ നിന്ന് തന്നെ കമ്മ്യൂൺ എടുത്ത് മാറ്റി. ഒരു ഷോയിൽ നിന്ന് റെഡ് കാർഡ് കിട്ടി പുറത്തിറങ്ങിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ. സീരിയൽ വരെ പോയി. അപ്പോ ആ പുള്ളി ആ ജോത്സ്യൻ പറഞ്ഞത് കല്യാണം കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ കല്യാണം മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് നല്ല പണിയാണ്. കമ്രുദിനോട് ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യമൊന്നുമല്ല. പാർവതിനോട് ആർക്കും വലിയ താല്പര്യമില്ലാത്തത്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് പാർവതി വരാത്തെന്ന് തോന്നുന്നു. ഇത് വരുമില്ലെന്നുള്ളത് നമുക്ക് നാളെ അറിയാം. എന്നാൽ കമ്രുവിനോട് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആരോട് വേണമെങ്കിലും കോടിക്കോ, പാർവതിയോട്ട് കൂടണ്ടാട്ടാണ്. പക്ഷേ പുറത്തിറങ്ങിയിട്ട് രണ്ടാളുടെ കല്യാണം വരെയാണ് എന്നുള്ളൊരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. കുറേ ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തുണ്ട്. നമുക്ക് അതിനുള്ള ഉത്തരം ഒന്ന് കേട്ടു നോക്കാം. $1 million கொஸ்டினா வந்து கல்யாணம் நடக்குமா நடக்காதா அப்படின்றதான். அது வந்து பார்த்தீங்கன்னா லிட்டில் காம்ப்ளிகேட்டட். அது சொல்லக்கூடாது. சொன்னால் நீங்களே ஒரு கொஞ்ச நாள் ஒரு 1 வீக்லேயே உங்களுக்கு எல்லாமே தெரிஞ்சிடும். ஸோ வெயிட் பண்ணதுக்கு வந்து நல்ல ஒரு ப்ரைஸ் இருக்கும். உங்களுக்கு வெயிட் பண்ணி பாருங்கள். நிறைய പേര് റെക്കഗ്നൈസ് பண்ணுறாங்க. കമ്രും പാറും വിവാഹം കഴിക്കാൻ പോവാണ്. എന്തായാലും അത് കമ്രു പറഞ്ഞല്ല, അതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. ആര് വിന്നറാകും എന്നതിനേക്കാൾ ഉപരി കമ്രും പാറും ഈ ഫിനാലെ ഷോയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാനാണ് ഏറെ പ്രേക്ഷകർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത്. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും